അവിടെ ആരാ? ഓയ് ഇവിടെ കയറിയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മീനുണ്ടായിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മളവിടെ കണ്ടിരുന്ന കാഷ്ടം കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മുടെ പാത്രങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതൊക്കെ ചെയ്തത് നീർനായ്ക്കളാണെന്നാണ്. ആ കാണുന്ന പാറേൻ്റെ അപ്പുറത്താണ് ഈ പറഞ്ഞ എന്താണ് നീർനായ്ക്കളുടെ കോട്ട. ഓരോ കോട്ടയൊക്കെ നമ്മൾ പോണേ. അവർ ഞങ്ങളെ വല നശിപ്പിച്ചു, ഞങ്ങളുടെ അന്നം മുട്ടിച്ചു. ഈ കാട്ടുന്ന വന്ന മൂപ്പനാണ്. അടിക്കുക അല്ലേ, അടിക്കട്ടെ. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ, അപ്പൊ കാട്ടിലെ ഞങ്ങളുടെ മൂന്നാമത്തെ പകലല്ലേ? അല്ല, മൂന്നാമത്തെ പകലാണത്. ഓ മൈ ഗോഡ്, മൂന്നാമത്തെ പകല് കാട്ടിൽ ഞങ്ങൾ നിൽക്കുവാണിപ്പോൾ. ഈ നേരത്തെ ഇന്ന് രാവിലെ 8 മണി ആയുള്ളൂ. 8 മണിക്ക് ഇന്നലെ നമ്മൾ മഴ പെയ്യുന്ന കാരണത്താലോട്ട് പോയത്. പക്ഷേങ്കിൽ ഇവിടെ പല അക്രമങ്ങളും നടന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷേങ്കിൽ നമ്മുടെ അരിപ്പാത്രം കിടക്കുന്നുണ്ട്, അത് ഇന്നലെ അവിടെ വെച്ചതായിരുന്നു. പിന്നെ നമ്മുടെ ബ്രഷും കോൾഗേറ്റൊക്കെ സെപ്പറേറ്റ് ആയി കിടക്കുന്നുണ്ട്. ബ്രഷ് വെച്ച് പല്ലൊക്കെ തോന്നുന്നു. പിന്നെ ഇവിടേക്ക് വന്ന് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ആരറിയില്ല, ഏതോ ഒരു കാര്യപ്പെട്ട ജന്തുവിൻ്റെ കാഷ്ടമൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എന്തായി അറിയില്ല. അങ്ങനെ മൊത്തത്തിൽ അലമ്പായിട്ടുണ്ട്. പാണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പാണ്ടി ഇത് അവിടെ കിടക്കുന്നത്. പിന്നെ വെള്ളം കുറച്ച് കൂടിയുണ്ട്, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചാടാനുള്ള ദൂരം കൂടിപ്പോൾ. അങ്ങനെ പിന്നെ നമ്മളെ ഇനി വല നോക്കല്ലേ, വല നോക്കിയിട്ട് ചൂണ്ടിലോക്കാം. വലയൊക്കെ നിലവിലുണ്ട്. വലയിൽ മീനുണ്ടോ എന്നുള്ളതാണ്. മീനൊന്നും കാണാനില്ല, ഇവിടെ നോക്കിയിട്ട് കാണാനില്ല. അതിലെങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവും. വെള്ളം നന്നായിട്ട് കലങ്ങി, വെള്ളത്തിൻ്റെ വൃത്തി കുറഞ്ഞു. വെള്ളം നന്നായിട്ട് കലങ്ങിയിട്ട് വൃത്തി കുറഞ്ഞു. രാവിലെ തന്നെ ചൂണ്ടയൊക്കെ നമുക്ക് വന്നിട്ട് പിന്നെ നോക്കാം. മെയിനായിട്ട് ഇപ്പോൾ വിശക്കണതിന് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ബ്രെഡോ ഓംലേറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിച്ച് കൂട്ടണം. ഏതായാലും നമ്മളുടെ മൂന്നാമത്തെ പകലാണ് ഈ കാടിനകത്ത്. മൂന്നാമത്തെ പകലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് രാവിലെ തന്നെ ചായ ഉണ്ടാക്കിയല്ലോ മോനെ. ചായ ഉണ്ടാക്കിയിട്ട് അതിക്ക് എന്താ ബ്രെഡ് ആംപ്ലേറ്റോ ബ്രെഡ് ആംപ്ലേറ്റിനാ മതിയില്ലേ? അപ്പോൾ ഞങ്ങൾ ബ്രെഡ് ആംപ്ലേറ്റ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ മാതിരി തന്നെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ബൈക്ക് അങ്ങനെ വരും, കാത്തിരുന്നോളി. ഞങ്ങളുണ്ടാക്കിയ പെരയാണത്. ഇതിൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് 1 ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. പാർട്ട് 2 പാർട്ട് 1 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കൽ. ഇന്നലെ നമ്മുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ കുറേ കള്ളന്മാർ നമ്മുടെ അരി സാധനങ്ങളൊക്കെ അവിടേക്ക് തട്ടി തെറിപ്പിച്ചിട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഞങ്ങൾ റിസോർട്ടിലാണ് ഇന്നലെ കിടന്നത്. നമുക്ക് നമ്മുടെ വണ്ടി റിസോർട്ടാണ്. എന്തേ ചൂണ്ട ഏതാ കിടക്കുന്നത്? എന്തേലും അടിച്ചിക്കണോ? ഇല്ല, ലൂസാ, അതുപോലൊന്നും ഒന്നുമില്ല. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ കൊക്കൂൻ്റെ ഉണ്ട്. ഇതുമല്ല, അതെന്താ ചെറിയ ടൈറ്റ് ഉണ്ടല്ലോ. ഇത് ഇൻ്റെതാണല്ലേ, ഇത് മെയ്യം വലുതാണ്, അതാന്തിന് ടൈറ്റും. ഓക്കെ, അതുമല്ല. ഇനി പറച്ചുകൊണ്ടലുണ്ടായിരുന്നതാ. അതവിടെ അതാണ് പറച്ചുകൊണ്ടൽ. അപ്പോൾ അതുമൊന്നുമില്ല. അപ്പോൾ എന്തായി, തൃപ്തിയായില്ലേ? പിന്നെ ഞങ്ങളിതൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെള്ളം ഒഴിച്ച് കെടുത്തിട്ട് അവിടെ നിന്ന് പോകട്ടെ. നമ്മൾ ഇന്നലെ വെള്ളം ഒഴിച്ചതാണ്. വെള്ളം ഒഴിച്ച് കെടുത്തി. പിന്നെ അത് മാത്രമല്ല, മഴയും പെയ്തില്ലേ. ഞങ്ങളെന്തായാലും വെള്ളം ഒഴിച്ച് കെടുത്തിട്ട് നമ്മളിങ്ങനെ വരുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കെടുത്തിയിട്ട് വേണം നമ്മൾ പോവാം അവിടുന്ന്. ഇവിടെ നിന്നൊക്കെ ഒരു തരി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ കിടക്കണതൊക്കെ കത്തി നശിച്ചു പോകും. ഇതിലൊരുപാട് ജീവനുകൾ അല്ലേ, ഒരുപാട് ജന്തുജാലങ്ങൾ വസിക്കുന്ന ഒരു കാടാണ്. അപ്പോൾ ഇത്തരം കാട് മാത്രമല്ല, നമ്മൾ ഏത് ഫോറസ്റ്റ് ഏരിയയിൽ പോയാലും അത്തരത്തിൽ ചിന്തിക്കുക, കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് പോവാം. ഇതപ്പാട് ഇങ്ങോട്ട് വന്ന് നോക്കാം. ഇതെന്താ സംഭവം മനസ്സിലായോ? ഞങ്ങൾ ക്യാമറ ആയിട്ട് വരണം കരുതിയല്ല, ഇതൊന്നും കാണിക്കണ്ടല്ലേ. നമ്മളുടെ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ മീനില്ല. സാധാരണ ഈ പറ്റി നല്ല മീൻ ഉണ്ടാവുന്നതാണ്. ഇതുണ്ടോ വല കീറിയിരിക്കണം,
വല ഇവിടെ കീറിയുണ്ട്, ഇവിടെ കീറിയുണ്ട്, ഇവിടെ കീറിയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മീനുണ്ടായിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മളവിടെ കണ്ടിരുന്ന കാഷ്ടം കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മുടെ പാത്രങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതൊക്കെ ചെയ്തത് നീർനായ്ക്കളാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അവരാണ് വല ഇങ്ങനെ നശിപ്പിക്കുക. ഇതിപ്പോൾ കണ്ണനോടൊക്കെ എന്താ പറയുക, വല വാങ്ങി കൊടുക്കേണ്ടി വരുവാണ്. നിങ്ങളുടെയൊക്കെ ആകെ കടിച്ച് ഇരപ്പാക്കി, ഇത് നല്ല കടിച്ച് ഇരപ്പാക്കി. ഇവിടെ ഓരോ മീൻ നിന്ന ഏരിയയിലുള്ളതാണ് കേട്ടോ. ഇവിടെ ഇതിലൊക്കെ എല്ലാം കംപ്ലീറ്റ് വല മൊത്തത്തിൽ കടിച്ച് ഇരപ്പാക്കി. നമ്മൾ ഞാൻ പറഞ്ഞ വല വന്നിട്ട് എടുക്കേ, വല എടുക്കേണ്ടി വരും അല്ലേ? പണി കിട്ടും നമുക്ക്. സംഭവം നീർനായ്ക്കളുടെ ശല്യമാണ്. നീർനായ്ക്കളാണ് അത്തരത്തിൽ വലയൊക്കെ നശിപ്പിക്കുക. ഇവിടെ ഒന്നും ആരും ഇങ്ങനെ രാത്രി ഇട്ട് പോവാറില്ല. ഏടാ നമ്മുടെ വല ആകെ നശിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വലയില്ല. ഒക്കെ മീൻ ഉണ്ടായിക്കണോ കണ്ടിന് ചെയ്തിട്ടുണ്ടാവും. കണ്ണോട് ഞാൻ എന്ത് പറയും, കണ്ണനോട് എന്ത് പറയും കൈസ്? കാരണം നമ്മളുടെ വല അല്ലത്, ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വലയാണ്. അവനോട് എന്ത് പറയാനാ? വല വേണ്ടി വരുമോ? വല വാങ്ങി കൊടുക്കേണ്ടി വരും അവന്. പിന്നെ ചാകരല്ലേ ഓലിക്ക് ഇന്നലെ ചാകരേനി കാറിലൂടെ. നമ്മളുടെ വല ഒലി കീറിയില്ലേ, പക്ഷെ മീൻ നമുക്ക് കിട്ടിയ നിർബന്ധമാണ്. അപ്പോൾ വലൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു പീസുമ്മൽ ഇത് കുറച്ച് മൈദയാണ്. ഇങ്ങനെ മൈദ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഈ വലമുട ഇങ്ങനെ തേച്ച് കൊടുക്കാം നല്ല രീതിയിൽ. ഇനി നമുക്കിത് ടെസ്റ്റിംഗ് ആണ്, സക്സസ് ആകുമെന്ന് അറിയില്ല. അതായത് ഇത് പരിപാടി ഒന്നുമില്ല. ഇത് ഇങ്ങനെ കെട്ടി വെക്കും. ഇവിടെ താത്തി കൊടുത്താൽ മതി. അങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഈ മരത്തമ്മ കെട്ടിയേക്കാം അല്ലേ. ഇത് മാവാ അല്ലല്ലേ? സുഖമേ ഞങ്ങൾ അടുത്ത പരിപാടി എന്താ അറിയോ, നമ്മളുടെ പാണ്ടി എടുക്കുന്നത്, നമ്മുടെ ബോട്ട് എടുക്കുന്നത്, നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ട് ഇവരുടെ ഈ നീർനായ്ക്കളുടെ താവളത്തിലേക്ക് പോയിട്ട് അവരോട് നമ്മൾ കാരണങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പോകണം. എന്തുകൊണ്ട് ഞങ്ങൾ അത് ആസാക്കി അല്ലേ. അപ്പോൾ ഞങ്ങൾ ചൂണ്ടിലിട്ടാണ്ട് കുറച്ച് മീൻ കിട്ടും നോക്കട്ടെ. അതിൽ ടൈറ്റ് പരിശ്രമത്തിലാണ് ഞങ്ങൾക്കൊരു 10 വരലേലും കിട്ടണം. മൈദ ഇങ്ങനെ കോർത്തിട്ടാണ് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത്. ഓക്കെ, പൊങ്ങ കിട്ടിയാണ്. വലിച്ച ആടാ മോനെ, ഇത് കറൂപ്പാണ്. കറൂപ്പ് കിട്ടിട്ടോ. കുക്കു ഏടാ മോനെ, അങ്ങനെ പൊന്തിച്ചു പിടിച്ചാ കറൂപ്പ്. കുക്കുവിന് കിട്ടിയ കറൂപ്പ് വറുക്കോ നമ്മൾ. അതിക്ക് കൊന്നിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ചാടും. കുറേ ദിവസം ഇവരിങ്ങനെ പോട്ടിക്ക് തിരിച്ച് കളിച്ചില്ല. ഞങ്ങൾ മാണ്ട എഴുതുമ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഇവിടുത്തെ ലൈഫ് എൻജോയ് ചെയ്ത് വന്നാ. അപ്പോൾ വല കീറിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ കുക്കുവിനെ കീറടിച്ചിക്കണത് പിടിടാ. അതായത് ഉണ്ടേ അപ്പോൾ ഒന്നുകൂടിങ്ങില്ലേ, ഒരു പേരിൽ ഒടുങ്ങിയാണ്. എവിടെ ഉണ്ടാ ഒരു പേരിൽ അങ്ങനെ തന്നെ ഓരോന്നൊക്കെ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും ചിലപ്പോൾ 2 കൊടുങ്ങും. അപ്പോൾ നമുക്ക് അത്യാവശ്യം മീൻ ആയി തുടങ്ങി അല്ലേ. നല്ല രീതിയിൽ കുറച്ചുകൂടി മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഒലിഞ്ഞു കൊടുക്കും. നമ്മൾക്ക് ടോട്ടലി കിട്ടിയിട്ടുള്ള മീനാട്ടത്. അത് സത്യം പറഞ്ഞാൽ ഒരു അരക്കറിക്കുള്ള മീനായിട്ടുള്ളൂ. നമ്മുടെ വല അവിടെ ആയിരുന്നു വെച്ചിരുന്നത് അല്ലേ. നമ്മളവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ അതിലിങ്ങനെ ആ മരത്തമ്മന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ മരത്തമ്മക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വല ഫുള്ളായിട്ട് കയറിപ്പോയി. ചൂണ്ടയിട്ടിട്ട് വേറെ ഒന്നും കിട്ടിയില്ല. വെള്ളം കഴിഞ്ഞു. വെള്ളം കിട്ടണമെങ്കിൽ ഇനി ഈ തോട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മൾ നടന്നു പോകണം. അവിടെ ഒരു കിണറുണ്ട്. അവിടെ ചിലപ്പോൾ അവിടുത്തെ അല്ലേ ഇത് നോക്കുന്ന ആൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവാം. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാനാണ്. ഈ വെള്ളം വേണമെങ്കിൽ ചിന്തിക്കളാണ്. അത് ഏറ്റി പോകണമെന്തിനാ അത് വെള്ളം ചിന്തിക്കളയുക. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ നിർത്താൻ 2 ദിവസമായി വെള്ളം എടുത്തിട്ട്. ഉള്ള എന്താ അവസ്ഥ ഉണ്ടോ? ആടാ ആകെ പാല് പൂപ്പിലാണല്ലോ. എന്തായാലും ഒഴിവാക്കണം. വണ്ടീൻ്റെ അടുത്തേക്ക് എത്തി. വണ്ടി അവിടെ കിടക്കണം. അങ്ങനെ പോകണം. അവിടെ അങ്ങോട്ട് പോയിട്ട് അവിടെയാണ് ആ ഷെഡുള്ളത്. കുറച്ചും ദൂരത്തേക്കാണ് നടക്കാണ്ട്. ഇതാണ് നമ്മുടെ കിണർ. ഈ കിണറ്റിലാണ് വെള്ളമുള്ളത്. ഇതൊന്നങ്ങനെ മുക്കിയെടുക്കാം എന്നാണ് കരുതുന്നത്. ഇവിടെ ഇവരാളുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വീട് സ്റ്റാർട്ടിങ്ങിലുള്ളത്. ഇതിനകത്ത് ആൾക്കാരുണ്ട്. 2 പേരുണ്ട് ഇവിടെ. ഇത് മോട്ടറൊക്കെ വെച്ച് ഒരു ടാങ്കൊക്കെ വെച്ച് സെറ്റപ്പാണ്. ശരി, നമ്മൾ മുക്കിയെടുക്കണം അല്ലേ.
അങ്ങനെ കുക്കും മസിൽ പിടിച്ച് മുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡയലോഗിനോട് പ്രശസ്തി ഇല്ല, തീർച്ചയായും പോയി മാർക്ക്. അങ്ങനെ നമ്മൾക്ക് ആദ്യത്തെ തൊട്ടി വെള്ളം വന്നിരിക്കുകയാണ്. തൊട്ടിയൊന്നുമല്ല, ഇത് ബക്കറ്റ് തന്നെ അല്ലേ. ഇതിപ്പോൾ ആരായിട്ടുള്ളൂ അല്ലേ. ഓക്കെ, നമ്മുടെ മീൻ അങ്ങനെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. എത്ര ഉള്ളു നമുക്ക് എന്നുള്ള മീൻ കേട്ടോ. ഇനി ഇത് നമ്മുടെ നല്ല വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കണം. അവിടെ കുറേ ആളുകളുണ്ടോന്ന് ഗൈസ്. ആ ഫോറസ്റ്റിനകത്ത് കുറേ ആളുകളുണ്ടോന്ന്. ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പോയ തുരുത്തില്ലേ അവിടെ, അതായത് തുരുത്ത് പറയുന്നത് അതാണ്, ആ സെൻറ്ററിൽ കാണുന്നത്, അവിടെയാണ് ആളുകളുള്ളത്. ഏതായാലും ഞങ്ങളിത് എടുത്തിട്ട് ഞാൻ കറീൻ്റെ പരിപാടി നോക്കട്ടെ. വെട്ടി വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും മീനുകളെ നമുക്ക് നെയ്ച്ചെടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, ഈ വെള്ളം ഞങ്ങൾ എടുക്കട്ടോ. ഈ വെള്ളം നമ്മൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് നല്ല കഞ്ഞിവെള്ളം കുടിച്ചാൽ നല്ല എനർജി കിട്ടും. നല്ല ഉപ്പുണ്ട്, നല്ല ഉപ്പിട്ട കഞ്ഞിവെള്ളം, എനർജി ഡ്രിങ്ക് കുടിച്ച് നോക്കൂ. ഉപ്പുണ്ടോ, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്. ഇതേ കരട് വേണോ? സൂപ്പറല്ലേ, അടിപൊളിയാ. നല്ല കുറുകുറുന്നനെയുള്ള കുറുകുറുന്നനെയാണ്. ചൂട് പോലെന്നാ എന്നാ കയറു. ബോട്ട് ഫ്രണ്ട് ഇതാണ് ഇത്. ആ, അപ്പോൾ ബോട്ടിന് നമുക്ക് ഫ്രണ്ട് അങ്ങോട്ട് മാറ്റണം. പോട്ടെ, ഞങ്ങളുടെ പങ്കായോട്ടത് ചകിരി കൊണ്ടുവന്നിട്ട് ഇതുകൊണ്ടൊരു പണി എടുത്തില്ല എന്ന് പറയരുത്. പോയാലോ? നമ്മളിതിലെങ്ങനെ പോയിട്ട് ഇങ്ങനെ യൂട്ടേൺ അടിച്ച് അങ്ങനെ അവിടേക്ക് ആ കാണുന്ന പാറേൻ്റെ അപ്പുറത്താണ് ഈ പറഞ്ഞ എന്താണ് നീർനായക്കയുടെ കോട്ട. ഓരോ കോട്ടയൊക്കെ നമ്മൾ പോണേ. അവർ ഞങ്ങളെ വല നശിപ്പിച്ചു, ഞങ്ങളുടെ അന്നം മുട്ടിച്ചു. പോയൊക്കെ നമുക്ക് കണ്ട് അവിടെ ഒരു നീർനായൊന്നും ഉണ്ടാവില്ല. ശരി, അവിടെ ഇന്നലെയൊക്കെ ഒരാൾ വന്ന് ചൂണ്ടലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അവിടെ പോയാൽ എന്താ അവസ്ഥ അറിയാലോ. നമ്മുടെ ബാഗ് കാര്യമൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മൊബൈൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റണം. ക്യാമറ കൊണ്ടുപോകുന്നുണ്ട്, എന്താ അറിയില്ല. വീണ് കഴിഞ്ഞാൽ ക്യാമറ വെള്ളത്തിൽ പോകും. പോയി കഴിഞ്ഞാൽ വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കും. പോവാതെ സൂക്ഷിക്കണം. ഞങ്ങൾ കയറിയിട്ടുണ്ട് രണ്ടാളും. നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് വേണം പോവാൻ. നല്ല ശ്രദ്ധിക്കണം. കാരണം നമ്മൾക്ക് ബാലൻസ് ചെയ്തിട്ട് ഇന്നലെ നമ്മൾ നല്ല നനഞ്ഞ്, പക്ഷേങ്കിൽ ഇന്ന് ഈ ട്രൗസർ മാത്രമേ നനയാൻ പാടുള്ളൂ. അതിന് മേലേക്കുള്ളതൊന്നും നനയാൻ പാടില്ല. ഞങ്ങളുടെ കരയിൽ നിന്നും അങ്ങനെ ഇതിലെ യൂട്ടേൺ എടുക്കണം. ഇതിലെ യൂട്ടേൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ ഈ പാറ ഇങ്ങനെ ഇവിടെ വരെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അവിടെ ഫ്രണ്ടിൽ പോയിട്ട് അതിലങ്ങനെ യൂട്ടേൺ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞങ്ങനെ പോവാം. തിരിഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞിങ്ങനെ നമ്മൾ അങ്ങനെ സ്ട്രൈറ്റ് അടിക്കണം. ഇവിടെ ഒന്ന് ചൂണ്ടലിടാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അറിയും. ഇവിടെ മീനുണ്ട്, ഇവിടെ ഉണ്ടാവുമല്ലോ മീൻ. അതിന് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളെ പേരയൊക്കെ അവിടെയാണ്. ഏതായാലും തെയ്യം തയ്ക്കട്ടോ അല്ലേ. അങ്ങനെ നമ്മൾ വലൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാണണ്ടോ ഈ കാണുന്ന പൊങ്ങ്, ഇതൊക്കെ നമ്മളുടെ വലയാണ്. ആ ഒരു മരത്തമ്പന്ന് ഏതാണ്ട് അവിടേക്ക് അങ്ങനെ വെച്ചത്. കുക്കുത ബാക്കിൽ സുന്ദരമായിട്ട് വിരിക്കുന്നു. ഓക്കെയാണ്. നമ്മൾ ഫസ്റ്റ് വെച്ചിരുന്നത് ആ സൈഡ് കൂടെ ആയിരുന്നു വല. ആ സൈഡ് നിർത്താണ്ട് നമ്മൾ ഇവിടേക്ക് വെച്ച്. അവിടെയാണ് നമുക്ക് നീർനായകളുടെ ശല്യം ഉണ്ടായത്. നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അടുത്തേക്ക് പോകുന്നത്. എന്തുകൊണ്ട് നമ്മളുടെ വല നാശമാക്കി. അവിടേക്ക് അങ്ങോട്ട് കണ്ടിട്ട് ഒരു അനാഗോണ്ട ലുക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടുന്ന് വല്ല മലമ്പാമ്പ് കാലിന് വന്ന് കടിക്കുക എന്തോ ഒന്നും അറിയില്ല. പോയി നോക്കാം. മലമ്പാമ്പുണ്ടെങ്കിൽ കുക്ക് പെരുമ്പാമ്പാവും. അതെ, ഞങ്ങൾ അവൻ്റെ മൂത്താപ്പാവും. അവൻ പറ്റേ ഇവിടെ ഒരു വള്ളി കണ്ട് നിങ്ങൾ, ആ വള്ളിമക്കാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. നമ്മുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാറയൊന്നും ഇപ്പോൾ കാണാൻ പറ്റാത്ത അത്രയും ദൂരത്തായി പോയി. ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ പടുക്കൂറ്റ മരമാണ് അല്ലേ. ഇതെന്താ ആലല്ല, വേറെന്തോ ഒരു മരമാണ് അല്ലേ. ആലല്ല, ഇതിമേ ആലാണോ? ആലല്ല, ഇത് ഇന്നാൾ നമ്മളാ അങ്ങനെ എന്തോ ആണ്. നമ്മുടെ ലക്ഷ്യം ഈ കാണുന്ന വള്ളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാറയിലോട്ട് പോകും. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടി താഴത്തേക്ക് പോയിട്ട് തിരിക്കും ഞങ്ങൾ അല്ലേ. ശ്രദ്ധിക്കണം, നമ്മൾ
വള്ളിയുടെ അടുത്തേക്ക് എത്തി. വള്ളിമക്കിൻ്റെ കൈ എത്തുമോ? എത്തട്ടെ. എത്തൂലേ കുഞ്ഞാപ്പോ? ആ കിട്ടിപ്പോയി. വള്ളിയുണ്ടാ മോനെ? ഈ വള്ളീൻ്റെ ധൈര്യത്തിലാട്ടി അങ്ങനെ കാട്ടണേ. ഞാൻ ശരിക്കും അടങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ പണി പോളും. തികച്ചും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫോറസ്റ്റാണ്, കാടാണ്. പക്ഷേ ഇവിടെ കുറച്ച് കഴുങ്ങ് കാണുന്നുണ്ട്. അത് കണ്ടോ? ഇതിപ്പോൾ ഫോറസ്റ്റിനടുത്ത് അവിടെ ഇനി ആ ഭാഗത്തേക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടോ എന്തോ ഒന്നും അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാം. ഏതായാലും തിരിക്കട്ടെ. ഈ ആയുള്ള സ്ഥലത്ത് ഞങ്ങൾ കണ്ടത് ഈ പാണ്ടീനെ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ നാളെ നമ്മൾ റിട്ടേൺ ആണല്ലോ, തിരിക്കും ഞങ്ങൾ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് 3ാമത്തെ പകലായി. 2 നൈറ്റ് കഴിഞ്ഞ് 3ാമത്തെ പകലാണിത്. 3ാമത്തെ നൈറ്റിലേക്ക് ഇന്ന് കിടക്കാൻ വേണ്ടി പോവാണ് നമ്മൾ. അപ്പം നമ്മൾ ആ സൈഡിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, കുരങ്ങന്മാരോടും മറ്റും മറിച്ചൊക്കെ അല്ലേ. നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ അവരൊക്കെ അങ്ങോട്ട് വന്നു. നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ കംപ്ലീറ്റ് തിന്നു കേട്ടോ. അവനെ തിന്നൂലേ? ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയേക്കാം, പാറമ്മക്ക് പോയേക്കാം. ഇവിടെ നടക്കിരുന്നിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ ഏകദേശം ഈ പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിലൊന്നും കയറാൻ നല്ലൊരു സ്പോട്ടില്ല, ഒരു കുത്ത് കയറ്റം പോലെയാണ്. ആ സൈഡ് പോവാടാ അങ്ങോട്ട്. അപ്പോൾ ഈ സൈഡ് പോയി, ഈ സൈഡ് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാലാണ് നമ്മൾ ആ സൈഡിലേക്ക് നമ്മുടെ ബോട്ട് തിരിയുള്ളൂ. നമുക്കിവിടെ നമ്മുടെ ബോട്ടിനെ ചായച്ചിട്ട് പരമാവധി അരുവൊക്കെ അടുപ്പിച്ചിട്ട് നമുക്ക് കരയ്ക്ക് ഇവിടേക്കൊന്ന് കയറിയിട്ട് നോക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ആദ്യം ക്യാമറ അങ്ങോട്ട് ശരിക്ക് നീട്ടി വെക്കണം. അതിനുശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ വീണാലും കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ ചാടി ഇറങ്ങുക. കയറുമ്പോൾ നല്ല രീതിയിൽ നോക്കിയിട്ട് ഒന്നുകൂടി ബോട്ട് അങ്ങോട്ട് അടുപ്പിച്ചിട്ട് കയറാം. കാരണം നമ്മൾ ഇത്ര വിത്തെത്തിയുണ്ട്. ആയണ്ടേ ഇവിടെയൊന്നും ഇല്ലാത്തത്. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഒക്കെ മുങ്ങൂലേ? കുക്ക് മുങ്ങിയിടോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആയിരുന്നു ആ മീൻപിടുത്തക്കാരൊക്കെ കണ്ടിരുന്നത്. നല്ല സ്പോട്ടാണ്. അവരിറങ്ങി വരുന്ന വഴിയാണെന്ന് തോന്നുന്നത്. ഇതിലെങ്ങനെയാണ് അവരിറങ്ങി വരുന്നത്. ഇതൊരു അപ്പുറത്തേക്ക് കാണുന്നത് ഇത് കവുങ്ങാണ്. ആ കവുങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ റബ്ബർ കാണുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഷെഡ് കാണുന്നുണ്ട് ഈ മുളയുടെ ബാക്കിൽ. ഇത് ആണ്ടമുള എന്നാണ് ഞങ്ങളവിടെയൊക്കെ പറയുക. ഞങ്ങളവിടെയൊക്കെ എന്താണ് ഇതിന് പേര് പറയാറില്ല, ഒരു മഞ്ഞമുള അക്കത്തിൽ ഒരു പേരാണ് ഞങ്ങളവിടെ പറയുന്നത്. ഇവിടെ തന്നെ കുക്കിങ് കാര്യമുണ്ടോ, കരി അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പാറയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ മുളയൊക്കെ വെട്ടിയിട്ട് വെച്ചേക്കാണ്. ചിലപ്പോൾ ഇത് മെരുക്കാതിരിക്കാനൊക്കെ ആവാം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നാലും അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് ചൂണ്ടിൽ എറിഞ്ഞാണ്ട് മീൻ പിടിച്ചിരുന്നത്. നമ്മളിത് ആ കാണുന്ന ആ ഒരു പാറയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾക്ക് താഴത്തേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലപ്പോൾ കുറച്ചൊരു 1/2 കിലോമീറ്ററൊക്കെ തുഴഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ റോഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ പോകുന്നില്ല. നമ്മൾ തിരഞ്ഞു വന്നവന്മാരെ ആരെയും കണ്ടില്ല അല്ലേ? കണ്ടില്ല. ഒരു ഞങ്ങളെ വലയെ നാസാക്കി പോയതാണ്. അവരെ തേടിയായിരുന്നു ഞങ്ങൾ വന്നത്. അവരൊക്കെ താഴത്തേക്ക് അങ്ങനെ പോകണ്ടാവും കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനൊരു കാരണമാണത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാറയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നീർനായകൾക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് കാര്യമൊന്നുമില്ല കേട്ടോ. അതിലൊരുപാട് പേര് ഞാൻ പറഞ്ഞത് ചൂണ്ടലിടാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ഇനി നമ്മൾ അങ്ങോട്ട് നമ്മുടെ ബോട്ട് നമ്മുടെ പോർട്ടിലേക്ക് നമ്മളുടെ കരയിലേക്ക് പോവാണ്. ഗൈസ് നമ്മളുടെ വലമ്മ കൂടെയാണ് ആ നീർനായ കളിച്ചുകൊണ്ട് നിൽക്കണേ. അല്ലേ? വന്നൂലേ? ഒന്നും വന്നൂലേ? വല ആകെ അരപ്പാക്കും. എന്ത് ചെയ്യാൻ മോനെ? അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. ആകെ സ്വീപ്പാക്കിട്ടോ നമ്മുടെ വല പാകെ അരപ്പാക്കും. അല്ല, വള്ളത്തിൽ കൂടെ തന്നെ ഒറ്റ കൂളിട്ട് വരിക. വല എടുക്കണമെങ്കിൽ നമ്മൾ അതിൽ നടന്നു പോയി കഴിഞ്ഞാൽ അവൻ നമ്മളെ കാലിനെ കടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നീന്തിയിട്ട് ആകുമ്പോൾ നമുക്ക് ഏറെ പണി തരുവാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോട്ട് എടുത്താണ് പോകുന്നത്. ബോട്ട് എടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ കാല് മേലെ കയറ്റിയിരിക്കണം. ഇനിയിപ്പോൾ ക്യാമറ കൊണ്ടുപോകുന്നില്ല, കാല് മേലെ കയറ്റിയിരിക്കണം. വെട്ടത്തി അവിടെ ആയിരിക്കും. കത്തിയെടുത്തോ ഒരു കത്തി കുത്താൻ കത്തി എടുക്കത്തോ ഒന്ന്. നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ആക്രമിക്കുള്ളൂ. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അത് കാലിനൊക്കെ കടിക്കും. ഇതിലെങ്ങനെയാണ് സംഭവം കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ ചൂണ്ടപിടുത്തം തുടങ്ങി. ഇത് നമ്മൾ മൈദയും മഞ്ഞളും പാടെ ചേർത്തുണ്ടാക്കിയൊരു തീറ്റയാണ്.
ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്, കിട്ടുന്നില്ല, ഒറ്റ ഒന്നും കിട്ടണില്ലല്ലോടാ. നേരത്തെ കിട്ടിയതുപോലെ കിട്ടുന്നില്ല. ഈ ബോട്ടേറ്റ് അതിലെങ്ങനെ വാ കേട്ടോ. കത്തി ഒന്ന് വാ, കത്തി കൊണ്ട് പോകണ്ട, കത്തിയേറ്റ് ഞാൻ ഇവിടുന്ന് കയറാം പോരെ. ബോട്ടേറ്റ് അതിലെങ്ങനെ വാ. മുന്നത് വടി വെച്ചേ. അപ്പോൾ അവൻ പോയോ എന്തോ ഒന്നും അറിയില്ല. നമുക്കെന്താ വെച്ചാൽ വല നമ്മളതല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ചകിരി വേണ്ട, നമുക്ക് ചെരുപ്പ് പോരെ. തൊയാനേ ചകിരി എടുക്കണമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ചെരുപ്പ് കൊണ്ട് കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് അതെടുത്തിട്ട് വല കയറ്റിയിട്ടുണ്ട് പോരണം. വല ആകെ കടിച്ച് അരപ്പാക്കി. എന്നാലും നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോയി നിർബന്ധമാണ്. ഡ്രസ്സും കാര്യമൊക്കെ കൂടെ തോരട്ടുണ്ട്. അടുത്തൊരു വിഷയം നമ്മൾക്ക് വരുന്നതെന്ന് വെച്ചാൽ മഴയാണ്. നന്നായിട്ട് ഇരുണ്ട് മൂടുന്നുണ്ട്. എന്നും രാത്രി ആയി കഴിഞ്ഞാൽ മഴയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ മഴയായിരുന്നല്ലേ, ഇന്നും തന്നെ രാത്രിയിൽ മഴയാണ്. അപ്പോൾ എങ്കിൽ ഈ ഡ്രസ്സും കാര്യമൊക്കെ കംപ്ലീറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഊരിയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് വേണം നമ്മൾക്ക് വലയെടുത്ത് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ മേലേക്ക് എത്തിക്കണം. കാരണം ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് നൈറ്റാണ് ഇവിടെ. ലാസ്റ്റ് നൈറ്റിൽ നമ്മൾ ഇവിടെ വല്ലാതെ ഇരിക്കുന്നില്ല, നമ്മളവിടെ വണ്ടിയിലേക്ക് തന്നെ പോവുകയാണ്. കാരണം മഴയുടെ നല്ല വരവ് വരുന്നുണ്ട്. ഇലയൊക്കെ കാറ്റൊക്കെ അടിച്ച് നന്നായിട്ട് വരുന്നുണ്ട്. കാടിനകത്തേക്കൊക്കെ ഇരുണ്ട് തുടങ്ങി, ഉപ്പ് തുഴഞ്ഞു തുടങ്ങി. അപ്പോൾ എങ്ങാനും വരുമോ? എന്നാൽ വേഗം വാ, വേഗം വന്നിട്ട് വേണം നമ്മൾക്കത് പോയി എടുക്കാം. ഗൈസ് കുക്കു പിന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോകണതായില്ലേ. ഓ മൈ ഗോഡ്. എന്നാൽ ഞാൻ ക്യാമറ വെച്ചിട്ട് ഇറങ്ങണോ? നടക്ക്. എങ്ങനെ എത്തൂല ഗൈസ്, ഇത് കണ്ടങ്ങള് ചെറുക്കനെ വരെ പാടി എടന്നാ ഓക്കല്ലേ. നമ്മൾ കത്തി ടൂൾസൊക്കെ ആയിട്ടാ ചാടാൻ പോകുന്നത്. അടിയിട്ട് പോയി ജൽദി പറഞ്ഞു. എന്താ പറഞ്ഞേ? കയറ് വേഗം കാല് വെച്ചിട്ടോ. എന്തൊക്കെ കാട്ടു ജൽദി ആവാറ്. വായിച്ചിരുന്നോ അങ്ങോട്ട് കൊടുക്കടോ, അങ്ങോട്ട് കൊടുക്കടോ, അങ്ങോട്ട് കൊടുക്കേ. പോയിട്ടില്ലല്ലോ, പിടിക്കോ? തല്ലിവിട് ഇടിച്ചാൽ പോയി കത്തിയാണല്ലോ അപ്പുറത്താണ്. ഇതിലിരിപ്പാണ് പോകുക. അടുക്കാം. ഗൈസ് നല്ല മഴ വരുന്നുണ്ട്, ഇടി വെട്ടുന്നുണ്ട്. നല്ല ഡേഞ്ചർ സിറ്റുവേഷനാണ്. കാരണം ഇത്രയും ടൈമുകളിൽ നമ്മളിവിടെ ഈ കാടിൻ്റെ സൈഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ വേറെ ആരില്ലല്ലോ. അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പുഴയിൽ ധാരാളം വെള്ളം വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പുറത്തേക്ക് വെള്ളം വരും. ഇരുടായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ മൂവായി പോകണം. സാധനങ്ങളൊക്കെ വേഗം. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്കവിടെ നമ്മുടെ അടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും വല ഞങ്ങളിവിടെ കയറ്റിയിട്ടുണ്ട്. വലയിലാണെങ്കിൽ മീനുകളുണ്ട് കേട്ടോ. ഇത് മീനാണ്, ഇവിടെ മീനാണ്. ഇതുണ്ടോ കോലാനെന്ന് പറയണ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല പൊരിക്കാനുള്ള നല്ല മീനുകളുണ്ടല്ലേ. പക്ഷേങ്കിൽ നമുക്ക് ഈ ഒരു മഴ വരുന്ന കണ്ടിട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ, പൊരിക്കാനുള്ള ചട്ടി മസാലയൊക്കെ ഇവിടെ വെക്കുക, അടുപ്പും ആ വെള്ളം.
ബാക്കിയുള്ളതൊക്കെ കൊണ്ടുവെക്കുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ ഇത് വേണം നന്നാക്കി പൊരിച്ചൂടെ? നമ്മളാ വീടിൻ്റെ ഉള്ളിലിട്ടാണ്ടേ ഇതൊക്കെ കൊണ്ടുവെക്കുക. ഞാനപ്പത്തിന് ഈ മീൻ കോലാനിതിനൊക്കെ ഇട്ട് പോകട്ടെ, കാരണം രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ കഴിക്കാൻ. അപ്പോൾ പിന്നെ ഈ മീനുകൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നീർനായ വന്നാണ്ട് സ്വീപ്പാക്കും. നമ്മുടെ പാണ്ടി നമുക്ക് കയറ്റാൻ വേണ്ടി പറ്റിയില്ല, അത് കഴിഞ്ഞ് രാവിലെ കയറ്റാം. ഒലിച്ച് പോകുമോ എന്താ അറിയില്ല, ഒലിച്ച് പോകാൻ പാടില്ല. അതിന് നമുക്ക് കയറ്റിയിടണം, ഇവിടെ കൊടുക്കുകയും കയറ്റിയിടണം. കാരണം നമ്മൾ നദിയെ നശിപ്പിക്കാനല്ലല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ വായൻ്റെയാണ് ഇത് നമ്മൾ എടുക്കണം. നമ്മുടെ വേസ്റ്റ് ഇവിടെ എന്തൊക്കെ ഇട്ടുക്കണോ നമ്മൾ, അത് മാത്രമല്ല നമ്മളല്ലാതെ എന്തൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൂടെ ഉണ്ടോ ഒക്കെ നാളെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പോവുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ മലക്കല്ല മഴ പെയ്യുന്നുണ്ട്, നദിയിലേക്കും വെള്ളം വരുന്നുണ്ട്, വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഇടി വെട്ടുന്നുണ്ട്, ഇടിവാളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കട്ടൻ ചായ ഇവിടെ നല്ല ഇടിയും മഴ. ഒരാൾക്ക് അവിടെ പൊലം കുളി, ഭയങ്കര കുളി കേട്ടോ. ഇവിടെ ഇടിയും മഴയൊക്കെയാണ്. കാട്ടിൽ കിളികളും കിളികളുടെ കുട്ടികളൊക്കെ നല്ല കരച്ചിലാണ് കഴിച്ച്. കാരണം എന്താ വെച്ചാൽ ഇടിയും മഴയിലൊക്കെ ആ കുട്ടികൾക്ക് ആദ്യത്തായിരിക്കും. എന്താ ചെയ്യുക, ഇവിടെ ആകെ നിശബ്ദതയായി. കിളികളുടെ ശബ്ദം ആ ഒരു ഉൾക്കാട്ടിലേക്ക് നീങ്ങിപ്പോയി. ഇവിടെ അടുത്തേക്കൊന്നുമില്ല, ഉൾക്കാട്ടിലേക്ക് നീങ്ങിപ്പോയി. എല്ലാവരും അങ്ങോട്ട് അങ്ങനെ പോയി. ഇവിടെ ഒരു ഓന്തൊക്കെ ഉണ്ടാവലുണ്ട്, ഓനൊന്നും കാണാമല്ലോ, ഓനൊക്കെ പേടിച്ച് പോയി. നമ്മളെ സാധനങ്ങൾ കുട്ടിപ്പരയിലുണ്ട്. കുട്ടിപ്പരയിൽ നിന്ന് ഇനി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നൈസായിട്ട് വണ്ടിയിൽ പോവാം. വണ്ടിയിൽ പോയിട്ട് നമുക്ക് സമയം അധികം ആയില്ലേ, 6 മണി പോലും ആയില്ലല്ലോ, 6 മണിയൊക്കെ ആവണുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോഴേക്ക് നമുക്ക് കയറി പോകേണ്ട അവസ്ഥയായി. മഴ നല്ല രീതിയിൽ പെയ്തില്ലടാ. ഇത് ഈ കാട്ടിൽ നിന്ന് വന്ന മൂപ്പനാണ്. വെള്ളം കുറച്ചുള്ളൂ, കാരണം നമുക്ക് നാളെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ഈ വീട് റെൻറ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പുഴക്കരയിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതിനുള്ള സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവരാം അല്ലേ. ഇതിന് റെൻ്റ് ഉണ്ട്. ഇത് ഞങ്ങൾ 5000 റുപ്യക്കാണ് റെൻറ്റ് കൊടുക്കുന്നത്. 5000 റുപ്യാണ് ഇതിൻ്റെ റെൻറ്റ് ഒരു ദിവസത്തിൽ. കൊല്ലപ്പയക്കുണ്ട്, ഇത് ഭയങ്കര പയക്കുള്ള സംഭവമാണ്, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മൾ റെൻറ്റ് കൊടുക്കും. 5000 റുപ്യാണ് വില, 5000 റുപ്യ റെൻറ്റ്. അതായത് ഒരു നൈറ്റ്, അതായത് ഒരു പകലും ഒരു നൈറ്റും അല്ലേ. പിറ്റേ ദിവസം രാവിലെ നേരത്തെ നീച്ചാൽ കുളിക്കുക, പോകുക. ഇവിടെ നിൽക്കരുത്. നാളെ നൈറ്റ് നമ്മളോട് ചെയ്യണില്ല. അതുപോലെ തന്നെ നാളെ നമ്മൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് വിടും. അപ്പോൾ അതുവരെ ഉള്ളൂ നമ്മളുടെ കളി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സാധനങ്ങൾ ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഒക്കെ വണ്ടിയിൽ കൊണ്ടുവരണം. കൊണ്ടിട്ടാൽ മഴ കൊള്ളാതിരിക്കും. എന്നാൽ പോവല്ല മൂപ്പ ഉള്ള പല ഉള്ള പോലോ ചെയ്യാൻ പറ്റ ഇജി 2 ദിവസം ഇവിടെ വന്നപ്പോൾ ജി ലെവലിലേക്ക് മാറിയിട്ട് ആള്. എന്നാൽ പിന്നെ ഞങ്ങളതൊക്കെ സെറ്റാക്കട്ടെ. ആ വലൻ്റെ കവർ ഇവിടെ വെച്ചോട്ടെ, ചാക്ക് ഇവിടെ വെച്ചളാ. അന്ന് ഞാൻ അടുപ്പും വെള്ളവും ചോറ് എങ്ങനെ എടുക്കുക? ചോറ് ഞാൻ എങ്ങനെയും എടുക്കും, അല്ലെങ്കിൽ 2 ട്രിപ്പ് അടിക്കാം. അങ്ങനെ ചെയ്യാം, എന്തായാലും ചെയ്യാം. എന്തായാലും പോവാം നമ്മൾ. ഞങ്ങൾ വണ്ടീൻ്റെ അവിടെ എത്തിയിട്ട് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അയ്യോ മഴ പെയ്ത് മഴ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് കയറിയപ്പോൾ കുറഞ്ഞു കേട്ടോ അല്ലേ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടൊക്കെ പോന്നപ്പോൾ നല്ല പെയ്തിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ കർട്ടനൊക്കെ ഉണ്ടോ, കർട്ടനൊക്കെ നനഞ്ഞ് തൂപ്പാനായി. ഇപ്പോൾ ഇടിയൊക്കെ കുറഞ്ഞു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ മഴ പെയ്താൽ നമ്മളുണ്ടല്ലേ അടങ്ങി കുത്തിരിക്കല്, ആ കുത്തിരിക്കൽ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. നീച്ച് പോയി കഴിഞ്ഞാൽ ചടപ്പാണ് ഇവിടെ മേയിച്ചാൽ. അപ്പം ഇനി ഇവിടെ ഇന്നത്തെ ദിവസം ഇതിൻ്റെ ഉള്ളിൽ, ഇന്നത്തെ ദിവസം പറഞ്ഞാൽ ഇന്നത്തെ നൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീരും. ഞങ്ങൾ വണ്ടിൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ ആ കൾക്കുൾക്കൊക്കെ ഇട്ടേക്കാണ്. മഴ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പണി കിട്ടും. മഴ ഇല്ലാത്തൊരു ഗ്യാപ്പിൽ ബെഡൊക്കെ ശരിക്കും സെറ്റാക്കേണ്ടതുണ്ട്. പിന്നെ പുറത്ത് എന്തൊക്കെയാണുള്ളത്, വെള്ളമുണ്ട്, ബക്കറ്റ് അരി. ഓക്കെ എന്തായാലും ഈടാവട്ടെ. ഇന്ന് നൈറ്റ് ലൈഫൊക്കെ ആകെ ഇരപ്പായി. ഞങ്ങൾ ശരിക്കും ഇന്ന് ഒരു 12 മണി വരെ അവിടെ ഇരിക്കണം കരുതിയതാണ്, തീയൊക്കെ ഇട്ടാണ്ട്. പക്ഷേ ഇതാക്കാണ് സ്വീപ്പായതെന്ന്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇരിക്കാൻ പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റാണ് ഇവിടെ. ഇനി ലാസ്റ്റ് നൈറ്റ് നല്ല രീതിയിൽ അവിടെ ഇരുന്ന് ഒന്ന് പവറാക്കണം. മീനൊക്കെ ചുട്ടുന്നാണ് രാത്രി. കോലം വരെ കിട്ടിയിരുന്നില്ലേ, നീർനായാണ് പ്രശ്നമാക്കിയത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ വന്നാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഞങ്ങളിന്ന് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ.
ഇവിടെ മഴയാണ്. അപ്പം ഞങ്ങൾ പുഴയിലേക്ക് പോവാണല്ലേ. പരമ ഇരുട്ടായിട്ടോ. എന്തിനിപ്പോൾ പോണേ? എൻ്റെ ഒരേ കമ്പം. ഇത് കുക്കുവിൻ്റെ കമ്പത്തിനുള്ള പോക്കാട്ടോ. അല്ലാതെ എനിക്കിപ്പോൾ ഈ നേരത്തെ അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യമല്ല. ഓൻ പറഞ്ഞത് അവിടെ കല്ലിയങ്ങാട്ടി നീലി ഉണ്ട് എന്നാണ്. നീലിനെ കാണാൻ വേണ്ടി പോവുകയാണ്. കാണാനൊക്കെ ഈ ഇരുട്ടത്തൊക്കെ പോയേക്കോയാ. സത്യം പറഞ്ഞാൽ ഈ നേരത്ത് നമ്മൾ പുഴയിൽ നിൽക്കുമ്പോൾ ഒരു ഭയാനകല്ലേ. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ ഇതിലിങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഭയാനകമുണ്ട്. പുഴയൊക്കെ ആകെ ഇരുണ്ട് മൂടി കിടക്കുവാണ്. എന്താകും അവസ്ഥ? ചോക്കൂട്ടെ അവിടെ ആരാ? ഓയ് അവിടെ ആരൊക്കെയുണ്ട് കേട്ടോ. നമ്മളുടെ വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ഉണ്ട്. നന്നായി. അയ്യോ അമ്മച്ചേ, ഇതിൽ ഇറങ്ങി പോകുക എന്നൊക്കെ പറയുന്ന ടാസ്ക്കാണ്. രണ്ടാളുണ്ടല്ലോ അല്ലേ? ഓക്കെ. കിട്ടിയോ? നമ്മളെപ്പോഴെത്തി? നമ്മുടെ വല ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ആടന്നോട്ടെ. ചെങ്ങന്മാരെ നമ്മൾ പെരയൊക്കെ എത്തിട്ടോ. നമ്മുടെ പെരയിൽ ഫുള്ള് ഇരുട്. വെളിച്ചൊന്നുമില്ല. പുഴയൊന്നും കാണുന്നില്ല. പുഴയൊക്കെ ഇരുടാണ്. ഈ സൈഡിൽ ഇവിടെ എന്താ ഇതിൻ്റെ ഡ്രസ്സാണല്ലേ. ഞാനീരല്ല പാവം പോണ്. കാലിലോട്ട് കടിച്ചോട്ടോ. ഇവിടെ 2 ആളുകൾ ചൂണ്ടയിടുന്നുണ്ട്. അവർക്ക് ഒന്ന് മുഖത്ത് കടിച്ചാൽ പാറയൊക്കെ വഹിക്കൽ തുടങ്ങി. എനിക്ക് നമ്മുടെ വീഡിയോയിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ കാണിക്കുന്നില്ല. കുഴപ്പമില്ല. നമുക്ക് നൈസായിട്ട് ഇങ്ങനെ നിലക്ക് കയറി പോവാം. എന്നാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് ഒത്തിരിക്കേ. ഞങ്ങൾ തെറിച്ചാണ്. ഓക്കെ ബൈ. അങ്ങനെയെങ്കിലേ ഓര് പറഞ്ഞ പ്രകാരം ഇതിലെ മലമ്പാമ്പ്, പെരുമ്പാമ്പ്, മൂർഖന്, അണലി തുടങ്ങിയ എല്ലാവിധ ജന്തുക്കളും ഉണ്ട്. ശ്രദ്ധിച്ചു പോവാം. അയ്യോ ഓക്കെ. ഞങ്ങൾക്കുണ്ടായിരുന്ന ചൂണ്ടലും വലയല്ല ചൂണ്ടൽ, ഈയം തുടങ്ങിയ സംഭവങ്ങളൊക്കെ, ചൂണ്ടയിടാൻ വേണ്ട സംഭവങ്ങളൊക്കെ അവർക്ക് കൊടുത്തു ഇല്ലടാ. അത് അവരെടുത്തോട്ടെ. നമ്മൾ ഇനി എന്താ വെച്ചാൽ നാളെ രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകും. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ചൂണ്ടലിട്ടാനും നമുക്ക് ടൈം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വെറുതെ എന്തിനാ കയറ്റി പിടിച്ചിറക്കുന്നത്? അവരറിയുമ്പോൾ അവരിതൊരു രസമായിട്ട് അല്ലേ, ഒരു എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഒക്കെ കണ്ടങ്ങള് വലിയ ലൈറ്റും കൊണ്ട് നടക്കുകയാണ്. അമ്പിന് സാധനം കാലിലോട്ട് നോക്കി നടന്നോ പല ജന്തുക്കളുണ്ടാവും. ഞങ്ങളെന്നാൽ ലൈറ്റൊക്കെ ഓഫാക്കാണ്. നമുക്ക് രാവിലെ കാണാം. അല്ല മോനെ? അതെ, രാവിലെ കാണാം. ഒരു ഗുഡ് നൈറ്റ് കൊടുത്താ. ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്. അതെ, ശുഭരാത്രി. ശുഭനിദ്ര. അതെ, ഓക്കെ. കോടീശ്വരൻ നിങ്ങൾക്ക് മകാം കോടീശ്വരൻ സ്വാഗതം. എന്നാൽ പിന്നെ നമുക്ക് രാവിലെ കാണാം. രാവിലെ. ഓക്കെ ഓക്കെ. ചെയ്യാൻ നേരം വിളിച്ചു. എന്താ പറയുക, മഴ തന്നെ അങ്ങോട്ടൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഗ്ലാസ്സൊക്കെ മൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. ബുക്ക് എണീറ്റില്ല, കിടക്കുന്നതാണ്. ഒന്നിട്ട് റെഡി ആവട്ടെ കേട്ടോ. പുഴയിൽ വെള്ളം കൂടിയുണ്ടോ എന്തോ ഒന്നും അറിയില്ല. പുഴയിലേക്ക് പോയി നോക്കാം. ബുക്ക് മുന്നിൽ നടന്നിട്ടുണ്ട്. വെള്ളം കൂടിയെന്ന് പറയാൻ മാത്രമൊന്നും കൂടിയില്ല കേട്ടോ. ഇനി നമുക്കെന്താ വെച്ചാൽ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ അല്ലേ, ഇതൊന്നും നമ്മളതല്ല കേട്ടോ. ഈ സേർട്ടിൻ്റെ കൂടൊന്നും നമ്മളതല്ല, അതൊന്നും നമ്മളതല്ല. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ പാണ്ടീൻ്റെ അവിടെ കിടക്കണം. നമ്മളുണ്ടാക്കിയ ബോട്ട്, ആ ബോട്ടിനടുത്ത് കരയൊക്കെ ഇടണം. അതല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ വെള്ളം ചീഞ്ഞു പോകും. അത് കരയൊക്കെ അങ്ങോട്ട് കയറ്റിയിടണം കുറച്ച്. അപ്പോൾ അത്തരത്തിൽ നമ്മളുണ്ടാക്കിയതും അല്ലാതെയുമായിട്ടുള്ള വേസ്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ നിന്നിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഉള്ള മൊത്തത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. ഇത് ഫുള്ള് നമ്മളതല്ല കേട്ടോ. ഇത് കൊണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇതൊക്കെ പഴയതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സേർട്ടിൻ്റെ കൂടാണെങ്കിൽ ഇതൊക്കെ പഴയ തന്നെയാണ്. പിന്നെ
ഈ ഒരു കവർ നമ്മളതാണ്, അല്ലാത്ത ഇതേ സംഭവം ഇത് നമ്മളതാണ്. കിലോ ഒന്നും നമ്മൾ വാങ്ങിയില്ല, ബാക്കിയൊക്കെ ഇവിടെ ഉള്ള വേസ്റ്റുകളാണ്. ഇതെന്തായാലും നമുക്കിവിടുന്ന് ഈ ഒരു കവറിലേക്ക് ഇട്ടിട്ട് മാറ്റിയിടാം. ഇനി ഞാൻ ആ പാണ്ടി എടുത്തിട്ട് ആ പാണ്ടിനെ ഒന്ന് അവിടേക്ക് കരയൊക്കെ കയറ്റട്ടെ. അത് വെള്ളത്തിൽ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. കുഴപ്പമൊന്നുമില്ല, അത് പ്ലാസ്റ്റിക് ഒന്നും അല്ലല്ലോ, വാഴയല്ലേ. അതിപ്പോൾ ഇതിൽ വെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ കണ്ട മരങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അത് നമ്മളാണ് കൊണ്ടുവന്നിട്ടത്. ഈ മരമൊക്കെ ഇതിൻ്റെ വക്കിൽ നിന്നാണ്ട് വീണ മരങ്ങളാണ്. അതൊക്കെ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി സംഭവിച്ച സംഭവം. പക്ഷേ ഇതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്ന സാധനങ്ങളാണ്, നമ്മളാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടത്. നമ്മൾ നദിയെ നശിപ്പിക്കരുത്. ചങ്ങന്മാരെ നമ്മുടെ വല ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കാണ്ടായിരുന്നു. അപ്പോഴാണ് ഒരാൾ ചൂണ്ടലിടാൻ വേണ്ടി രാവിലെ തന്നെ, ഇപ്പോൾ സമയം എത്ര അറിയാം ഞങ്ങൾക്ക്? സമയം 8 മണി ആയിട്ടുണ്ടാവും. നിങ്ങളെ പേരെന്താ? രാഹുൽ. ഒരു മിനിറ്റ്, എന്താ അപ്പം നിങ്ങളെ വീട് ഇവിടെ തന്നെയാണല്ലേ? അപ്പോൾ ഇവിടെ വന്ന് ചൂണ്ടലിട്ട കിട്ടലുണ്ടോ? ഇതിപ്പോൾ എന്താ നോട്ടെ സംഭവം? വെറുതൊക്കെ വന്ന് സെറ്റപ്പ് കേട്ടോ. ഇതിന് മൊത്തം എന്ത് ചിലവ് വരുന്നുണ്ട്? അങ്ങനെ ചൂണ്ട അടക്കം മൊത്തം അതിന് 300 റുപ്യ, അതിന് മാത്രം 300 റുപ്യ. ആ ഇതിനോ ചൂണ്ടയ്ക്ക് മെഷീൻ അടക്കം വരുന്നുണ്ടല്ലേ? ഓ നടി നോക്കട്ടെ, നമുക്ക് അടിക്ക് നോക്കാം അല്ലേ? അടിക്കട്ടെ. മോനെ അങ്ങനെ തെറിച്ച് അങ്ങനെ വരണം. ഇന്നാലും അടിക്കും ഉണ്ട്. ഇവിടെ നല്ല വെട്ടുണ്ട്, ഓല അടിച്ചും. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ അടി കിട്ടും. അത് ഇതുമ്മ ചെറുതൊന്നും കൊടുങ്ങില്ലല്ലോ, വലിയ ആയിട്ടല്ലേ? ഓടാ മോനെ എത്ര കണ്ട് തീർത്തുക. നമ്മുടെ നാട്ടിലേക്കന്മാരത്തൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വല്ല ചൂണ്ടലൊന്നും ഇടാൻ പോക്കില്ലേ. നമ്മുടെ അടുത്തൊന്നും ഈ ഒരു പരിപാടി ഇല്ല. നമ്മളവിടെ തോടുണ്ട്, പക്ഷെ അതിലും എല്ലാവരും പോയേക്കന്നെ പോരും. മിസ്സായി. ഇതിങ്ങനെ എറിഞ്ഞുകൊണ്ട് നിൽക്കണല്ലേ? ഏതായാലും മൂപ്പര അങ്ങനെ ചൂണ്ടലിട്ട് പിടിക്കാൻ നോക്കാം നമുക്ക് പോകുമ്പോഴേക്ക്. ഞങ്ങളപ്പോഴേക്ക് ആ ഒരു പാണ്ടിയൊക്കെ കയറ്റി ഈ വലമ്മ തന്നെ കുറേ നേരത്തെ പണി ഉണ്ടല്ലോ. ഇപ്പോൾ വലമ്മ തന്നെ ഞങ്ങൾക്ക് നല്ല പണിയാണ്. ഇത് ഒന്നും ആയില്ല, വല ഫുള്ളായിട്ട് കണ്ടോ, ഈ സൈഡ് ഫുള്ളായിട്ട് ആ നായി കടിച്ചതും ഒക്കെപ്പാടെ ഉണ്ട്. അതൊക്കെ ക്ലീൻ ആക്കണം. വല ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എന്നാൽ പിന്നെ ഏട്ടങ്ങൾ പിടിക്ക്, ഞങ്ങളിത് റെഡി ആക്കട്ടെ കേട്ടോ. ആ അപ്പോൾ ചങ്ങന്മാരെ ഞങ്ങൾ കാട് വിട്ട് ഇറങ്ങുകയാണ്. കാട് നമ്മുടെ കാട്ടിലെ ജീവിതമാണിത് അല്ലേ? ഇപ്പം നമ്മളുടെ പാണ്ടി കാര്യങ്ങളൊക്കെ ഒക്കെ കംപ്ലീറ്റ് അവിടെ നിന്ന് നമ്മൾ ഒക്കെ അരുവൊക്കെ കയറ്റിയിട്ടുണ്ട്. ഒറ്റ സാധനമല്ല കണ്ടോ, വേയാമ്പൽ പോലെ എന്തോ ഒരു സാധനത്തിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. കയറണ്ട. അങ്ങനെ ഈ കാടിനോട് ഞങ്ങൾ യാത്ര പറയുകയാണ്. ഈ കാടും ഈ പുഴയും ഇവിടെ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ. അവരോട്ടെ നിർത്തിയോ? നിർത്തി വീട്ടിൽ പോവാ. വെയിൽ ചൂടായി അപ്പം നടക്കൂലേ? വെയിൽ ചൂടായി പിന്നെ അടിക്കാൻ സാധ്യത കുറവാണ്. അങ്ങനൊക്കെ നോക്കാണ്ടല്ലേ? ഇതാണ് പറഞ്ഞത്, മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. വെറുതെ ഒരു ചൂണ്ടലും ഒരു ഈർപ്പം ഒരു കൊക്കയും കെട്ടി വന്നാലും മീൻ കിട്ടൂല. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഞാൻ പറഞ്ഞില്ല, അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ നമ്മളുടെ ഒന്നുമില്ല, നമ്മളൊന്നും കൊണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെ വീടാണ്, നമ്മളെ വീട് ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്, ഇങ്ങനെ തന്നെ ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. വീട് എന്തെങ്ങനെ വെച്ച് പോകാനൊരു കാരണം എന്താ വെച്ചാൽ ആർക്കരൊക്കെ ഉപകാരപ്പെട്ടോട്ടെ. ഇത് മഴയൊക്കെ പെയ്യുമ്പോഴൊക്കെ ഇരിക്കാൻ പറ്റും. പിന്നെ നല്ല വെള്ളം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ പോവും. എന്നാലും ഇവിടേക്ക് അത്ര കൊണ്ട് വെള്ളത്തിൽ അങ്ങനെ കയറി വരുന്നുണ്ടാവില്ല. ഇവിടെ നിന്ന് ഒഴുക്കി കൊട്ടുപോലെ ഇത്ര വെള്ളമൊന്നും വരുന്നുണ്ടാവില്ല. ഏതായാലും ഞങ്ങൾ ഈ പുഴയോടും ഈ കാടിനോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങുവാണ്. എന്നാൽ പോവല്ലടാ മോനെ, കൊണ്ടോ കത്തിയൊക്കെ കൊണ്ടോ നേട്ടെ. ഞങ്ങൾ പോയി. ഓക്കെ, ഇത് നമ്മൾ ഇവിടുന്ന് എടുത്തുള്ള വേസ്റ്റാണ്. അവിടെ പുറത്ത് കൊണ്ടുപോയി.
അങ്ങനെ ഈ കഴുകും തോട്ടം എല്ലാം നമ്മൾക്കിനി ഓർമ്മയാകാൻ വേണ്ടി പോവാണ്. എന്നാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇനി നമ്മുടെ യാത്ര ആരംഭിക്കണം. യാത്ര ഉടനെ സ്റ്റാർട്ടാക്കണം. ഉടനെ എന്ന് പറഞ്ഞാൽ 20-ാം തീയതി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നതാണ്. എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. ഒരു വ്യക്തത ഇപ്പോഴും ഞങ്ങൾ എത്തിയിട്ടില്ല. കാരണം പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2-3 ദിവസം ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വല്ലാതെ ചിന്തിക്കാനോ സെർച്ച് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട് നോക്കാൻ. ഇനി വണ്ടിയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റണം. അതൊക്കെ ഒന്ന് കയറ്റി വെക്കട്ടെ. വണ്ടി അവിടെ നിൽക്കുന്നു. കുഴങ്ങി അവിടെ നിന്ന് ചാക്ക് കട്ട് കയറ്റി കുഴങ്ങിപ്പോയി. അതായത് നമ്മുടെ ബെഡ് ഇപ്രാവശ്യം നല്ല സ്ലോപ്പായി. പിന്നെ അത് മാത്രമല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടത് ഈ ഒരു പീസ് ഇതിവിടെ വേറെ പീസാണല്ലോ. ഈ പീസ് നന്നായിട്ട് ഇങ്ങോട്ട് സ്ലോപ്പായിട്ടോ. ഇനി അതൊക്കെ ടൈറ്റ് ആക്കണമല്ലടാ. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ലൂസാവുണ്ടല്ലേ. അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടൊക്കെ ശരിക്കും എങ്ങനെ നിൽക്കണം അറിയോ? അവിടെ പൊന്തിച്ചാ ആ ലെവലിൽ നിൽക്കണം. അല്ല കുറച്ചതോ ആ ലെവലിൽ നിൽക്കണം. അതായത് ഇത്ര ഈ ലെവലിൽ ഇത് താന്ന് കിടക്കുക. അതാണ് ലെവൽ. ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കണത്. നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒക്കെ മുടക്കിയേക്കാം വേണ്ട. അങ്ങനെ ഞങ്ങൾ ഈ കാട്ടിൽ നിന്നും ഈ കഴുങ്ങൻ തോട്ടത്തിൽ നിന്നും ഞങ്ങൾ പുറത്ത് ചാടാൻ വേണ്ടി പോകണം. പുറത്തിറങ്ങാൻ വേണ്ടി പോവാണല്ലേ. ഈ കഴുങ്ങിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ പുല്ലരിയാൻ വേണ്ടിയിട്ട്, പൈക്കൾക്ക് കന്നുകാലികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലരിയാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഈ കഴുങ്ങും തോട്ടവും ഒക്കെ ഞങ്ങൾ 3 ദിവസം 3 പകലും 3 രാത്രി ഞങ്ങൾ ഈ കഴുങ്ങുകളുടെ കൂടെയാണ് ഇവിടെയാണ് കിടന്നുറങ്ങിയത്. എന്താ പറയുക, എന്തായാലും ഈ ഇത്രയും ദിവസം ഈ 3 ദിവസം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പുഴയിൽ വരാറുണ്ട്, മീൻ പിടിക്കാറുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാറ്. പക്ഷേ എങ്കിലും ഇവിടെ സ്റ്റേ അടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല. നമ്മളിപ്പോൾ പുറത്തേക്ക് ഓട്ടോ ലൈഫ് ചെയ്തിരിക്കണമെങ്കിൽ പോലും പുറത്തും നമ്മൾ ആളൊഴിഞ്ഞ സ്ഥലത്തൊന്നും വണ്ടി നിർത്തി കിടക്കാറില്ലല്ലോ. ഇത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. പക്ഷേ എങ്കിൽ വളരെ നല്ലൊരു അടിപൊളി അല്ലേ, ഒരു പ്രത്യേക ഫീല് തരുന്നൊരു അനുഭവം തന്നെയായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ മൈൻഡ് എപ്പോഴും കേട്ടാവും. ഇനിയിപ്പോൾ ഇത് ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, പാർട്ട് 1 ചെയ്യുന്നതിന് മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ യാത്രയ്ക്ക് കുറച്ച് ടൈം നമ്മൾക്ക് എടുക്കുവാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നമ്മൾ സെറ്റാക്കിയെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളപ്പോൾ കാടിറങ്ങാണ്. കാടിറങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം, നമ്മൾക്ക് ഇവിടെ നിന്ന് വീട്ടിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ വീടെത്തണം. എന്നാൽ പിന്നെ എന്താ പോലെ നമ്മുടെ യാത്ര ഉടനെ ആരംഭിക്കും കേട്ടോ. 20-ാം തീയതി കഴിയട്ടെ. 20-ാം തീയതി എന്നുള്ള ഡേറ്റ് വയ്ക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് 20-ാം തീയതി എന്നുള്ള ഡേറ്റിന് അത്രയും പ്രത്യേകത. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര ആരംഭിക്കും. എന്നാൽ ഞങ്ങൾ ഈ പുഴയും ഈ കാടും ഈ കഴുങ്ങും തോട്ടവും ഒക്കെ വിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ എന്നങ്ങോട്ട് വരാൻ പറ്റിയറിയില്ല. പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരണം. ഇനി വരുമ്പോൾ കുറച്ചും കൂടി ടെൻറ്റ് കാര്യമൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു ഒന്നും കൂടി ഒന്ന് കളർഫുള്ളാക്കി ചെയ്യണം അല്ലേ. കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണം എന്നാണ് കരുതുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ. അപ്പോൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. ഓക്കെ ബൈ.